നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമനിത്യ യോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ചതയം നക്ഷത്രം. ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടുന്നവരാണ് അവിട്ടം നക്ഷത്രക്കാർ. ശാസ്ത്രീയ ചിന്താഗതി പ്രദർശിപ്പിക്കുമെങ്കിലും ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസികളായിരിക്കും. സ്ത്രീകൾ പൊതുവെ ഗുരുഭക്തിയും ഗുണവതികളുമായിരിക്കും. ധാന്യവും സ്നിഗ്ധതയുമുള്ള വസ്തുക്കൾ ശേഖരിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും പ്രത്യേക താല്പര്യം കാണിക്കുന്നവരാണ്. നിങ്ങൾക്ക് കർമ്മപരമായ അഭിവൃദ്ധി, സാമ്പത്തിക ഗുണം, യാത്രകൾ കൊണ്ട് പ്രയോജനം എന്നിവ ലഭിക്കുന്നതായാണ് ഈ വർഷം വിഷുഫലത്തിൽ അനുഭവപ്പെടുന്നത്. വിദേശത്തുള്ളവർക്ക് ജോലി, ബിസിനസ് രംഗങ്ങളിൽ അഭിവൃദ്ധിയുണ്ടാകാൻ സാധ്യത വളരെയേറെയുണ്ട്. തൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായാണ് കാണുന്നത്. തങ്ങൾ മുൻപ് വിചാരിച്ചുറപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തീർക്കാൻ പ്രത്യേക സാമർഥ്യം കാണിക്കുന്നതായി തെളിയുന്നു. കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുന്നതാണ്. വീട്ടിലെ പ്രശ്നങ്ങൾക്ക് എല്ലാം തന്നെ ഒത്തുതീർപ്പ് ഉണ്ടാകുന്നതാണ്. വ്യാപാരത്തിലും ഉദ്യോഗത്തിലും പുരോഗതിയുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാകട്ടെ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കാകട്ടെ വളരെ അനുകൂലമായ സമയമാണിത്. വിദ്യാർത്ഥികൾ തങ്ങളുടെ ദേഹാരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ബാങ്കുകൾ, സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു വർഷമാണ് ഇത്. ഇനി തൊഴിൽ, പുതിയ ബിസിനസ് മേഖലകളിൽ പ്രവേശിക്കുന്നവർക്കും ഏർപ്പെട്ടിരിക്കുന്നവർക്കും തന്നെ ഏറെ നേട്ടങ്ങൾ കൈവരുന്ന സമയവും സാഹചര്യങ്ങളുമാണ് ഈ വിഷുഫലം നിങ്ങൾക്ക് നൽകുന്നത്. സ്വകാര്യ ജീവിതത്തെ അനുകൂലമായി ബാധിക്കുന്ന എഴുത്തുകൾ കിട്ടിയേക്കും. ലോൺ, ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ, മറ്റുള്ളവരുടെ അനുകൂല ഭാവം തുടങ്ങിയവ നിങ്ങളെ സമ്പൽ സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും മുന്നേറുവാൻ സഹായിക്കുന്നതായി കാണുന്നു. പൊതുവെ സൗമ്യശീലരും സത്യസന്ധരുമായ നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ
തന്നിലേക്ക് ആകർഷിക്കുകയും അതിലൂടെ നിങ്ങളുടെ കർമ്മരംഗ സംബന്ധമായ കാര്യങ്ങളിലെല്ലാം തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നതായി കാണുന്നു. ഉന്നതർ, വിദേശീയർ തുടങ്ങിയവരുമായി സാമ്പത്തിക ഇടപാടുകളിൽ വിജയം കാണുന്നു. സ്വന്തമായി ഗൃഹനിർമ്മാണം, സ്വത്ത്, സ്വർണം, വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നു. ഈ വർഷം ജൂലൈ മുതൽ ഒക്ടോബർ അവസാന പാദം വരെ നിങ്ങൾക്ക് അനായാസേന, ഒട്ടും ബുദ്ധിമുട്ടാതെ എല്ലാവിധ നേട്ടങ്ങളും കൈവശം വന്നു ചേരുകയും തങ്ങൾ ചെന്നെത്തുന്ന എല്ലാ പ്രവർത്തന രംഗങ്ങളിലും വിജയം കൈവരിക്കാനും ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുവാനും സാധിക്കുന്നു. തങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയുള്ള പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഭവിക്കുന്നത് ഈ വർഷാവസാനങ്ങളിൽ ആണെന്ന് കാണുന്നു. ജീവിത പങ്കാളി, സൽസന്താനങ്ങൾ, സന്താന സ്ഥാനത്തുള്ളവർ, മാതാപിതാ സ്ഥാനത്തുള്ളവർ, മറ്റുള്ളവർ എന്നിങ്ങനെ എല്ലാവരുടെയും ഉന്നമനങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാനും സന്തോഷാനുഭവങ്ങൾ അവർക്കൊപ്പം അനുഭവിക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും സാധിക്കുന്നതായിട്ടാണ് തെളിയുന്നത്. എല്ലാ തരത്തിലുമുള്ള തൊഴിൽ, ബിസിനസ്, കർമ്മമേഖലകളിലെ നേട്ടങ്ങളും ഉന്നത വിജയങ്ങളും മനസ്സമാധാനം, കുടുംബസൗഖ്യം, ദാമ്പത്യസുഖം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നെല്ലാമുള്ള മുക്തി എന്നിവയും കാണുന്നുണ്ട്. ബന്ധുക്കൾ മുഖേനയുള്ള കാര്യസാധ്യം, സുഹൃത്തുക്കൾ മൂലമുള്ള സഹായങ്ങൾ എന്നിവയും കാണുന്നു. സഹോദര സ്ഥാനീയരിൽ നിന്നുമുള്ള സഹായം, ആദരവ്, സ്നേഹം തുടങ്ങിയവയും ഊഹക്കച്ചവടത്തിൽ, ഓഹരി ഭൂമി ഇടപാടുകളിലൂടെയുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് വിജയസാധ്യതയുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ, കർമ്മരംഗങ്ങളിൽ എല്ലാം തന്നെ ശ്രദ്ധയോടെ ഏർപ്പെടുന്നത് കൂടുതൽ ഗുണഫലാർഹം തന്നെയാണ്. റവന്യൂ, ബാങ്ക്, വിദ്യാഭ്യാസ മേഖലകളിലുള്ളവർക്ക് ഇത് സുവർണകാലമാണ്. ജൂൺ മുതൽ അടുത്ത വിഷുദിനം വരെയുള്ള സമയം മുഴുവനും നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യ സമസ്താഭിവൃദ്ധികളും ആയുരാരോഗ്യ സൗഖ്യവുമാണ് വരുന്നത്. എല്ലാ ജീവിത രംഗത്തും നിങ്ങൾക്ക് ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുകയും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ഭൂമി, മറ്റ് ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുവാനും സാധിക്കുന്നതായിട്ടാണ് തെളിയുന്നത്. ജീവിതത്തിലെ എല്ലാ താൽക്കാലിക പ്രതിസന്ധികളും ഈശ്വരാധീനം കൊണ്ട് തരണം ചെയ്യുവാൻ സാധിക്കുന്നു. കാലങ്ങളായുള്ള വലിയ കുടുംബ പ്രശ്നങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ അനായാസേന മാറുന്നതാണ്. സഹോദരർക്കും സന്താനങ്ങൾക്കും ഗൃഹനിർമ്മാണ സാധ്യതയുള്ള വർഷമാണ്. എല്ലാ മേഖലകളിലും മാറ്റമുണ്ടാകുന്നു, അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ അവരുടെ രോഗദുരിതങ്ങൾക്ക് ശമനം ലഭിക്കുന്നു. സന്താനഭാഗ്യമില്ലാതിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം കൈവരിക്കാനുള്ള വേണ്ടതായ ചികിത്സയ്ക്ക് ഫലങ്ങൾ ലഭിക്കുന്നതായും കാണുന്നു. കൂടാതെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ബിസിനസ്, അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ, കൃഷി, പരസ്യം, മോട്ടോർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ, ഹോട്ടൽ വ്യവസായം, നിയമം മുതലായവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് മികച്ച വിജയം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തികമായുള്ള സ്ഥിതി വളരെ അനുകൂലവും എന്നാൽ ക്രമമായി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അനുഭവപ്പെടുന്ന സമയമാണ്. ഇതുകൂടാതെ വളരെ അപ്രതീക്ഷിതമായുള്ള ധനപരമായ നേട്ടങ്ങൾ കൈവരുന്ന കാലമാണ്. അതായത് ലോട്ടറി തുടങ്ങിയവ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് സാരം. നിങ്ങൾ പണം ലാഭിക്കുന്നതും നേടുന്നതും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുകയാണെന്നും മനസ്സിലാക്കുന്ന സമയമാണ്. അതിനെല്ലാം സർവേശ്വരൻ നിങ്ങളെ അതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഈ വിഷുദിനം കഴിഞ്ഞാൽ തന്നെ സ്ഥിരമായ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ ഒരിക്കലും അനുഭവിക്കുകയില്ല. അത്രയും സാമ്പത്തിക പുരോഗതിയിലേക്കുള്ള ഒരു അപൂർവ പ്രയാണത്തിലാണ് നിങ്ങൾ ഈ വിഷു സംക്രമത്തോടെ പ്രവേശിക്കുന്നത്. ഭൂമി സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾക്കും വളരെയധികം അനുയോജ്യമായ സമയമാണ്. നിങ്ങൾ നടത്തുന്ന വിദേശയാത്രകളെല്ലാം തന്നെ സഫലമാകും. സന്താനങ്ങൾ, സഹോദര സന്താനങ്ങൾ
എന്നിവർക്ക് വിദ്യാഭ്യാസത്തിലും കർമ്മമേഖലയിലുമുള്ള തടസ്സങ്ങൾ മാറി മുന്നേറുന്നു. നിങ്ങൾക്ക് തൊഴിൽ, ബിസിനസ്, കർമ്മരംഗ സംബന്ധമായ അസ്ഥിരതയോ തടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോ വരില്ലെന്ന് മാത്രമല്ല, സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയും പുരോഗതിയുമാണ് നിങ്ങൾക്ക് കൈവരാനായും അനുഭവയോഗ്യമായിട്ടുള്ളത്. ഈ വർഷം നിങ്ങൾക്ക് ദൈവാനുകൂലം വളരെ നന്നായി തന്നെ അനുകൂല ഭാവത്തിലുണ്ട്. നിങ്ങൾക്ക് വന്നു ചേരാനിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങളുടെ മഹത് ലക്ഷണമാണിത്. നിങ്ങളുടെ രക്ഷിതാക്കളിൽ നിന്നും മാതാ പിതൃ സ്ഥാനീയരിൽ നിന്നും ഉള്ള പൂർണ്ണമായ സ്നേഹം, പിന്തുണ എന്നിവ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിവാഹ, കുടുംബ, സാമൂഹിക, കർമ്മ, സാമ്പത്തിക രംഗങ്ങളെല്ലാം തന്നെ ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെയധികം തൃപ്തികരവും സന്തോഷകരവുമായിരിക്കും. എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും വ്യവസ്ഥകൾക്ക് അതീതമായി സ്നേഹിക്കുകയും അവരെയെല്ലാം തൻ്റെ പെരുമാറ്റത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും തന്നെ അനുകരിക്കാൻ സ്വയം പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മഫലങ്ങൾക്കെല്ലാം തന്നെ ഉചിതമായതും ശ്രേഷ്ഠമായതുമായ ഫലങ്ങളും സന്തോഷാനുഭവങ്ങളും വന്നു ഭവിക്കുന്നതുമായിട്ടാണ് കാണുന്നത്. ഇനി ജീവിതത്തിൽ ഗുണഫലങ്ങൾ ലഭിക്കുവാനായി വർഷത്തിൽ ഒരു തവണയെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി അന്നദാനമോ മറ്റ് ദാനധർമ്മങ്ങളോ നടത്തേണ്ടതും, മാസത്തിൽ ഒരു തവണയെങ്കിലും ഗണപതി ക്ഷേത്ര സന്ദർശനവും യഥാശക്തി വഴിപാടും നടത്തുന്നത് ഗുണഫലാർഹം നിശ്ചയം. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സരാശംസകൾ നേരുന്നു. സർവ ഐശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.